ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഈ സ്റ്റാമർ എന്ന് പറയുന്ന പോയം പ്ലസ് ടുക്കാരുടെ ചലഞ്ചസ് ഓഫ് ലൈഫിലെ യൂണിറ്റിലെ 3rd ചാപ്റ്ററാണ് സ്റ്റാമർ. സ്റ്റാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിക്ക് അല്ലേ? ഇവിടെ വിക്ക് എന്ന് പറയുന്നത് ഒരു ഡിഫക്റ്റ് ആയിട്ടല്ല കാണുന്നത്, പകരം ഒരു ബോൾഡ് സിമ്പിളായിട്ടാണ് കാണുന്നത് കേട്ടോ. സോ പോയിറ്റ് കെ സച്ചിദാനന്ദനാണ്, അതൊരിക്കലും മറക്കാതിരിക്കുക, സ്പെല്ലിംഗ് ഒക്കെ ചെക്ക് ചെയ്യുക. ദെൻ ഈ ഒരു പോയത്തിൽ എന്താ സച്ചിദാനന്ദൻ പറയണതെന്ന് വെച്ചാൽ ഡസൻ ഡിസ്ക്രൈബ് സ്റ്റാമറിങ് ഒരു ഡിഫക്റ്റ് ആയിട്ട് കാണുന്നില്ല അല്ലേ. അതുപോലെ തന്നെ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ്, ഒരു ആത്മാവിൻ്റെ ഡിഫറെൻറ്റ് ലാംഗ്വേജാണ്. നമ്മുടെ ആ ഒരു മൗനം അതെന്താണ് കാണിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്കിപ്പോൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സംസാരിച്ച് തന്നെ പറയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം മോക്കിങ്, ഹെസിറ്റേഷനോ കളിയാക്കാണ്ടൊന്നും അതിനെന്ത് ചെയ്യാൻ ഒരു ഡിഗ്നിറ്റി കൊടുക്കുകയാണ്. എല്ലാ സ്റ്റാമർ എന്താണ് ഹൈഡ് ചെയ്യുന്നത്? ഒരു ട്രൂത്ത്, നോട്ട് ഈസി ടു എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു സത്യത്തെയാണ് അത് ഹൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ ആരാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഇത് തെറ്റാണ്, എന്താണ് ഫ്ലുവൻറ്റ്, അങ്ങനെയൊക്കെ ആരും ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് പോയിട്ട് ചോദിക്കുകയാണ്. ദെൻ ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലൈൻ, വേർഡ്സ് ഡോണ്ട് ഓൾവേസ് ക്യാരി മീനിങ്, സംടൈംസ് പോസസ് ഡു അല്ലേ. വേർഡ്സ് എപ്പോഴും ഒരു മീനിങ് ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ പോസസിനായിരിക്കും മീനിങ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പോയിട്ട് ഇവിടെ പറയുന്നുണ്ട്, സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു പെർഫെക്ഷൻ വേണം എന്നുള്ള, പക്ഷേ ഇറ്റ്സ് അബൌട്ട് ഇമോഷൻ അല്ലേ. അപ്പോൾ ഒരു ബോൾഡ് സിമ്പിളായിട്ട് പിന്നീട് സ്റ്റാമർ മാറാണ്. ഒരിക്കലും അതൊരു വീക്ക്നെസ് അല്ല, നമ്മൾ പറഞ്ഞു അതൊരു ഡിഫക്റ്റ് അല്ല, ഡീപ്പ് അൺസ്പോക്കൺ സ്ട്രെങ്ത് ആണ് അതിൽ സൂചിപ്പിക്കുന്നത്.